ഏഷ്യയിലെ ഒന്നാം സ്ഥാനത്തുള്ള തൊഴിലാളി സഹകരണ സംഘമായ ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റിയുടെ 100-ാം വാർഷികാഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷം ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ആരംഭിച്ച തൊഴിലാളി സംഘം ഇന്ന് അന്തർദേശീയ തലത്തിൽ മികച്ച വികസന മാതൃകയാണ്. ദീപക് തരവണം തയ്യാറാക്കിയ റിപ്പോർട്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി പണിയില്ലാത്ത പട്ടിണി പാവങ്ങളായ തൊഴിലാളികളുടെ കൂട്ടായ്മ. നവോത്ഥാന നായകനായ സ്വാമി വാഗ്ബടാനന്ദ ഗുരുവാണ് ഈ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത്. 1925 ഫെബ്രുവരി 13 അന്നത്തെ മദിരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമായ മലബാർ ജില്ലയിലെ കുറുമ്പ്രനാട് താലൂക്കിൽ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു. നാട്ടിൻപുറങ്ങളിലെ കൊച്ചു റോഡുകളും തോടുകളും പണിതു തുടങ്ങി. തൊഴിലാളികളുടെ പട്ടിണി മാറ്റാനുള്ള പണിയായിരുന്നു അത്. എന്നാൽ സംഘശക്തിയിൽ വളർന്നു വലുതായി. ശതാബ്ദിയുടെ നിറവിലെത്തുമ്പോൾ ഏഷ്യയിലെ ഒന്നാമത്തെ തൊഴിലാളി സഹകരണ പ്രസ്ഥാനമാണ് ഇത്. ലോകത്തെ 2ാമത്തെ സ്ഥാനവും സ്വന്തം. 18,000-ലേറെ തൊഴിലാളികൾ ഈ സൊസൈറ്റിയിൽ നേരിട്ട് ജോലി ചെയ്യുന്നു. അന്തർദേശീയ നിലവാരത്തിലുള്ള പ്രവൃത്തികൾ ഓരോന്നായി ഏറ്റെടുത്ത് മുന്നേറി. ദേശീയപാതാ നിർമ്മാണത്തിന് വരെ തിരഞ്ഞെടുക്കപ്പെട്ടു വടകരയിലെ ഈ പഴയ സഹകരണ പ്രസ്ഥാനം. സൈബർ പാർക്കുകൾ മുതൽ ടൂറിസം മേഖലയിലെ കരകൗശല കേന്ദ്രങ്ങൾ വരെ ഇപ്പോൾ സ്വന്തമായുണ്ട്. സർഗാലയ ക്രാഫ്റ്റ് വില്ലേജ് വിനോദസഞ്ചാരികളുടെ വിസ്മയ തീരമാണ്. വൈവിധ്യവൽക്കരണത്തിലൂടെ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരു കൂട്ടം യുവാക്കളെ കൊച്ചു കേരളത്തിൽ പിടിച്ചു നിർത്തുന്നതിലും ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വലിയ പങ്കുണ്ട്. നേട്ടങ്ങൾ ഇതൊക്കെ പറയുമ്പോഴും വിവാദങ്ങളും വിടാതെ പിന്തുടർന്നു ഊരാളുങ്കൽ സൊസൈറ്റിയെ. വൈവിധ്യവൽക്കരണത്തിലൂടെ ലോക നിലവാരത്തിലേക്ക് ഈ പ്രസ്ഥാനത്തെ ഉയർത്തിയത് സൊസൈറ്റി പ്രസിഡന്റ് രമേശൻ പാലേരിയുടെ നേതൃത്വത്തിലാണ്. വിജയത്തിനു പിന്നിൽ സംഘശക്തിയും മൂല്യബോധവും മാത്രമാണെന്നാണ് രമേശൻ പാലേരി പറയുന്നത്. വെല്ലുവിളികൾ മാത്രമല്ല, ആ പ്രസ്ഥാനം ലോകത്ത് 2ാം സ്ഥാനത്തേക്ക് എത്തി. ഇന്ന് പുതിയ തലമുറക്ക് വരെ ജോലി കൊടുക്കുന്ന വൈവിധ്യ മേഖലകളിലുള്ള IT പോലുള്ള, അതിലെ ക്രാഫ്റ്റ് വില്ലേജുകൾ പോലുള്ള, അല്ലെങ്കിൽ ടൂറിസം മേഖലയിലൊക്കെ ജോലി കൊടുക്കുന്ന ഒരു പുതിയ തലമുറക്ക് ഏത് ഉന്നത വിദ്യാഭ്യാസം നേടിയാലും അതിനുതകുന്ന രീതിയിൽ ജോലി കൊടുക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായി മാറിയതിൻ്റെ പിന്നിൽ അതിൻ്റെ ഒരു മൂല്യശോഷണം ഇല്ലാതെ പോകുന്നതുകൊണ്ട് തന്നെയാണ്. ഗുരുവിൻ്റെ സന്ദേശം എന്താണോ അത് 100% ഉൾക്കൊള്ളുക. അതെ, വിവാദങ്ങളെ കൂസാതെ മൂല്യങ്ങളിൽ ഉറച്ച് വികസന പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ് ഊരാളുങ്കൽ സൊസൈറ്റി. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. മറ്റൊരു വാർത്ത വരുന്നു. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് എല്ലാവിധമായ ആശംസകളും. ഈ 100-ാം വാർഷികം ശതാബ്ദി ആഘോഷിക്കുന്ന വേളയിൽ ഒരുപാട് വളർച്ചയിലേക്ക് നീങ്ങട്ടെ എന്നാണ് നമുക്ക് 24 ആശംസിക്കാനുള്ളത്.